ഹലോ മക്കളെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റായ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന പാഠഭാഗത്തിലെ ഒരു ഭാഗമാണ്. വീടിൻ്റെ തിണ്ണയിലിരുന്ന് മഴ കാണുന്ന കുട്ടിയെ ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ പരിചയപ്പെട്ടു. കാട്ടിൽ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാവും? ഈ ലേഖനം വായിക്കൂ. കാട്ടിലെ മഴ. ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു. കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു. പുഴ നന്നേ മെലിഞ്ഞു. പച്ചയ്ക്ക് വിളർച്ച. തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ്. ആദ്യമാരും ശ്രദ്ധിച്ചില്ല. മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് കുന്നിൻ മുകളിൽ കുറുമ്പു കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു. കാറ്റിൽ മഴയിരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലപിലയാണെന്ന് കരുതി. കൊമ്പുകളെ പിടിച്ചു കുലുക്കി കാറ്റ് കടന്നു പോയപ്പോൾ അറിഞ്ഞു, എവിടെയോ പെയ്യുന്നുണ്ട്. കാറ്റിൻ്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികളും എത്തി. ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു. പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ. അതിൻ്റെ സുരക്ഷിതത്വത്തിൽ ചുള്ളിവിറകുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരുന്നു. എവിടെയോ മരങ്ങൾ ഒടിഞ്ഞമരുന്നതിൻ്റെ ശബ്ദം, മൃഗങ്ങളുടെ അപായ സൂചനകൾ, ചിഹ്നം വിളികൾ, കനത്ത കാലടികൾ, കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിൻ്റെ പ്രതിധ്വനി. മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു. മണ്ണട്ടകൾ എപ്പോഴേ പാട്ട് നിർത്തി. അപായ സൂചനകളില്ല, ചിഹ്നം വിളികളില്ല, കാൽ പെരുമാറ്റങ്ങളില്ല. കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം. പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു. പുഴയുടെ നിറം തുടുത്തു. കുന്നിലും മേട്ടിലും നിന്നായി നൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്ന അവ നിലാവുദിച്ചതോടെ കാഴ്ചകളുമായി. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുങ്ങുകളുടെ കൂട്ടം. നിലാനിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുങ്ങുകളുടെ അലങ്കാരവും. ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു. മഴയ്ക്ക് മുൻപേ നിലാവ് പെയ്തു തീർന്നു. മഴയും തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി. പുലർന്നതോടെ വർണ്ണങ്ങളും. കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു. വിളർച്ച വീണ്ടും പച്ചയാകുന്നു. പച്ച തളിരിൻ്റെ ചോപ്പാകുന്നു. ഇതാരാണ് എഴുതിയത്? ഈ സോമനാഥാണ് എഴുതിയിട്ടുള്ളത്. ഇലകളിൽ ചോരുന്ന ആകാശം എന്നാണ് ലേഖനത്തിൻ്റെ പേര്. അപ്പോൾ ഇനി ഈ പാഠഭാഗത്തുള്ള പുതിയ പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും നോക്കാം. കന്നിമഴ, ആദ്യത്തെ മഴ. വിളർച്ച, നിറമാറ്റം കൊണ്ട് തെളിച്ചമില്ലായ്മ. ഇരമ്പം, വലിയ ശബ്ദം. ഇലച്ചാർത്ത്, ഇലകളുടെ കൂട്ടം. പ്രതിരോധിച്ചു, തടഞ്ഞു. ഒളിയിടം, ഒളിക്കാനുള്ള സ്ഥലം. സാമാന്യം, അത്യാവശ്യം. എരിയുക, കത്തുക. അപായം എന്ന് പറഞ്ഞാൽ അപകടം. അതിദ്രുതം, അതിവേഗം. ഗർജനം, അലർച്ച. വർണ്ണം എന്ന് പറയുന്നത് നിറം. കിളിർക്കുക, മുളയ്ക്കുക, ഉണ്ടാവുക. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ. കണ്ടെത്താം, പറയാം, എഴുതാം. പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ. മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തൂ. അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞവതരിപ്പിക്കുകയോ അതുപോലെ തന്നെ എഴുതി വെക്കുകയും വേണം. ഏതൊക്കെയാണ്? കാട്ടിൽ മഴയിരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലപിലയാണെന്ന് കരുതി. ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി. പുറത്ത് കാറ്റിന് പേ പിടിച്ചു. മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു. കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം. നിലാനിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലം. മഴയ്ക്ക് മുൻപേ നിലാവ് പെയ്തു തീർന്നു. കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. ഇത്രയും മക്കൾ എഴുതിയിട്ട് ക്ലാസ്സിൽ ആശയം അവതരിപ്പിക്കണം കേട്ടോ. അടുത്ത ചോദ്യം. മഴയഴക്. മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ. എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്നുവെച്ചു മുറികൾ, പിന്നെയോ കെട്ടി വെട്ടേറ്റ കാടുകൾ. പി കുഞ്ഞിരാമൻ നായരാണ് ഇതെഴുതിയിട്ടുള്ളത്.
ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റം പി കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നത് വായിച്ചല്ലോ. ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിനു ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? ആ മാറ്റങ്ങളെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കൂ. പുതിയ മണ്ണിൻ്റെ മണം ശ്വസിച്ചാണ് ഞാൻ എഴുന്നേറ്റത്. പുലർച്ചെ മുതൽ ചെറിയ തോതിൽ മഴയുണ്ട്. അതിൻ്റെയാണ് ഈ മണം. നേരം വെളുക്കാനായപ്പോഴും ഇരുട്ട് തന്നെ. കാർമേഘങ്ങൾ കൂടി നിൽക്കുന്നു. പെട്ടെന്ന് ശക്തിയായ മഴയും പെയ്തു. ആദ്യ വേനൽ മഴ. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം മഴയായിരുന്നു. ചെടികളെല്ലാം കിളിർത്തു തുടങ്ങി. അടി കണ്ടിരുന്ന കിണറിൽ വെള്ളം പരന്നു. ആദ്യ ദിവസം പക്ഷികളും വളർത്തുമൃഗങ്ങളുമെല്ലാം മഴയത്തു തന്നെ നിന്നു, മഴ ആസ്വദിക്കുന്ന പോലെ. പിന്നീടുള്ള ദിവസങ്ങൾ കൂട്ടിൽ നിന്നിറങ്ങാതായി. പരിസരമാകെ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞു. വയലുകളിലും കുളങ്ങളിലും വെള്ളമായി. ഈ കാഴ്ച മനസ്സിനെ ഏറെ സന്തോഷിപ്പിച്ചു. അടുത്ത ചോദ്യം, ഒറ്റയ്ക്കും കൂട്ടായും. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചർച്ച ചെയ്യൂ. കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതുക. ഒന്നാമത്തത് എന്താണ്? ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം എന്നാണ് ഫസ്റ്റിൽ വരിയിൽ തന്നിട്ടുള്ളത്. രണ്ടാമത്തതിലോ ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം എന്നുള്ളത് ചുരുക്കിയിട്ട് ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഇതൊന്ന് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ആദ്യത്തേതിൽ ഒളിച്ചിരിക്കാൻ ഒരിടം എന്നും രണ്ടാമത്തേതിൽ ഒളിയിടം എന്നുമാണ് തന്നിട്ടുള്ളത്. ഒളിയിടം എന്ന വാക്കിനെ പിരിച്ചെഴുതിയതാണ് ഒളിച്ചിരിക്കാൻ ഒരിടം എന്ന്. ഇനി ഇതുപോലുള്ളവ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം. അപ്പോൾ ആദ്യം കുന്നിൻ മുകളിൽ കുറുമ്പു കാട്ടുന്ന ആനക്കൂട്ട കണക്ക്. അപ്പോൾ ആനക്കൂട്ട കണക്ക് എന്നുള്ളത് നമുക്ക് പിരിച്ചെഴുതാം. എങ്ങനെ എഴുതാം? കുന്നിൻ മുകളിൽ കുറുമ്പു കാട്ടുന്ന ആനക്കൂട്ടങ്ങളുടെ കണക്ക്. അടുത്തത് കാറ്റിൽ മഴ ഇരമ്പം കേട്ടപ്പോൾ. അപ്പോൾ മഴ ഇരമ്പം എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതാം? കാറ്റിൽ മഴയുടെ ഇരമ്പം കേട്ടപ്പോൾ. അടുത്തത് മരങ്ങൾ ഒടിഞ്ഞമരുന്നതിൻ്റെ ശബ്ദം. അത് ഒടിഞ്ഞമരുന്നതിനുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? മരങ്ങൾ ഒടിഞ്ഞു അമരുന്നതിൻ്റെ ശബ്ദം. അടുത്തത് നിലാനിറമാർന്ന മഴയ്ക്ക്. അതായത് നമുക്ക് നിലാനിറമാർന്ന എന്നുള്ളത് നിലാവിൻ്റെ നിറമാർന്ന മഴയ്ക്ക് എന്ന് പിരിച്ചെഴുതാം. അടുത്ത ചോദ്യം, മിണ്ടിയും പറഞ്ഞും. കടുത്ത വേനലിനു ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി. മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും? എഴുതി നോക്കൂ. അപ്പോൾ മഴയും കാടും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ. കാട്, നീ ഇതുവരെ എവിടെയായിരുന്നു മഴയെ? നിന്നെ ഞാൻ ഒരുപാട് നോക്കിയിരുന്നിട്ടുണ്ട്. മഴ, എനിക്കിപ്പോഴാണ് പെയ്യാൻ സമയമായത്. ഇപ്പോൾ നിന്നെ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. കാട്, അത് നിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, നിൻ്റെ വെള്ളം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത്. മഴ, ഇവിടെയുള്ള പുഴകളിലെല്ലാം വെള്ളമായില്ലേ? വെള്ളത്തിൻ്റെ ഒഴുക്കൊന്നും കാണുന്നില്ല. കാട്, ഇല്ല, പുഴയിലെ വെള്ളത്തിന് ഒഴുകാൻ കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. മഴ, ഇനി ഞാൻ കുറച്ചു ദിവസം നന്നായി പെയ്യും. കാട്, എന്നാൽ പുഴയിലെ വെള്ളം ഒഴുകും. മഴ, പുഴയും ആറുമെല്ലാം നീന്തി നടക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം. ഇത്രയുമാണ് ഈ ഒരു ഭാഗത്തിലുള്ള വർക്കുകൾ കേട്ടോ. അപ്പം മക്കൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. പിന്നെ ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വേറെ ക്ലാസ്സുകളോ സബ്ജക്റ്റോ വേണമെങ്കിൽ പ്ലേലിസ്റ്റ് പോയിട്ട് നിങ്ങളുടെ ക്ലാസ്സും സബ്ജക്റ്റും അടിക്കുകയാണെങ്കിൽ അതിൽ വരും കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.